ആ ഭാവമാറ്റമൊക്കെ കാളിദാസൻ ചിത്രീകരിക്കുന്നത് വായിച്ചോളൂ. ആ പാടെ പുള്ളി കുറ്റബോധം കൊണ്ട് തൊലഞ്ഞ് നശിച്ച് ഇനി എന്ത് ചെയ്യണം അറിയാത്തൊരവസ്ഥയിലാണ്. മോതിരമുള്ളപ്പോൾ അയാൾക്കെല്ലാം ഓർമ്മ. പിന്നെ അയാൾ രാജ്യഭരണത്തിൽ അശ്രദ്ധനായി. അയാൾ നേരെ ഏത് സമയവും പൂന്തോട്ടത്തിൽ പോയി അവിടെ നിന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചു. അതിലൊക്കെ തന്നെ രസകരമായ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രത്തിനെ കുറിച്ച് അയാൾ ഓർമ്മിക്കുന്നത്. അതായത് ഈ പേടമാനും കലമാനും ആണും പെണ്ണും. പേടമാനിന്റെ കണ്ണ് ഇങ്ങനെ ചൊറിയുമ്പോഴും കലമാൻ അതിന്റെ കൊമ്പിന്റെ ഈ മൂർച്ചയുള്ള ഇത് വെച്ച് ഇങ്ങനെ ശരിയായി കൊടുക്കും. വിശ്വാസ്യത തലയൊന്നടക്കിയാൽ കണ്ണു പോയി. അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്. ഈ മൂർച്ചയുള്ള ഈ കൊണ്ടാണ് കണ്ണുപോകും, ഉറപ്പാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി കുറ്റബോധത്തിന്റെ അങ്ങേയറ്റം. ശബ്ദപുഷ്പം കണ്ണിടുന്നതോട് ശകുന്തളയിൽ നിന്ന് ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവിൽ ശകുന്തളയിൽ നിന്ന് ഓർമ്മ വരും. മാനത്തെ പരദ്യോത്സവം നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പേരാറാതെ ഭാഷയിലാണ്. അപ്പോ ഇരുന്നിരുന്ന് അഭിനയിക്കുന്നതാണ്. പിന്നെ ദേവേന്ദ്രന് ഒരു ആവശ്യം ദുഷ്യന്തനെ കൊണ്ടുണ്ടാകുന്നത് എന്താണ്? ദേവാസുരന്മാർ അവിടെ പൊരിഞ്ഞ അടിയാണ്. അപ്പൊ ദുഷ്യന്തന്റെ സേവനം ആവശ്യമാണ്. അങ്ങനെ തേരാളിയായ ദേവേന്ദ്രന്റെ